നിങ്ങൾ പാതി വഴിയിൽ പഠനം മുടങ്ങിയവരാണോ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്കായി BA, BCom, BBA തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ്. അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ, പാസ്സാകൂ. ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9526070097. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. എന്തൊക്കെ എക്സാം എഴുതാൻ പോകുമ്പോൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു കാരണവശാലും യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഒരുപാട് ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണം, ഇനി എക്സാം പാസ്സാവോ, പഠിച്ചതൊക്കെ വരുമോ, അങ്ങനെ ഒരുപാട് ടെൻഷനായിട്ടാവും സ്റ്റുഡൻസ് പോകുന്നുണ്ടാവുക. പക്ഷെ അത് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിയായിട്ട് എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ ശരിയായിട്ട് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും മിസ്റ്റേക്ക് വരുന്നത് നിങ്ങളുടെ ഈ ടെൻഷൻ കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യത്തിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കുമായി അവിടെ ടീച്ചേഴ്സും ഇൻവിജിലേറ്റേഴ്സും എല്ലാവരും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബാക്കി സ്റ്റുഡൻസിനേക്കാളും ഉപരി അവിടെ ജെനുവിനായിട്ട്, അതായത് ഒരു കാര്യം നിങ്ങൾക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ ആളുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് അവർ പറയുന്നത് പോലെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. അപ്പൊ എക്സാം എഴുതാൻ പോകുന്നതിനേക്കാൾ മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, എക്സാം എഴുതാൻ പോകുമ്പോൾ എക്സാം സെന്റർ, അതായത് നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് എക്സാം സെന്റർ എവിടെയാണ് കിട്ടുന്നത്, കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ പോയിട്ട് എക്സാം എഴുതാൻ നിങ്ങൾ നോക്കണം. എക്സാം സെന്റർ അലോട്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ആണ്. അത് ചേഞ്ച് വരുത്താം, മാറ്റം വരുത്താൻ, ഇപ്പൊ ദൂരം കൂടുതലാണ്, മാറണം, അവിടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നൊന്നും യൂണിവേഴ്സിറ്റി പരിഗണിക്കില്ല. ഹാൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാം സെന്റർ ഏതാണോ ആ എക്സാം സെന്ററിൽ തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതണം. അതുപോലെ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് എക്സാം ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. എക്സാമിന്റെ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. അതിന്റെ ഫ്രണ്ട് ഷീറ്റ് അവർ പറയുന്നത് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എൻറോൾമെന്റ് നമ്പർ ഉണ്ടായിരിക്കും, ഡേറ്റ് ആൻഡ് ടൈം ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ പറയുന്ന പോലെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടടുത്ത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഞാൻ പറഞ്ഞു, നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിരിക്കും തരുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു 26 പേജിന്റെ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അഡീഷണൽ ഷീറ്റുകൾ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അതായത് ഇഗ്നു പറയുന്നത് ആ 26 പേജിന്റെ ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് എഴുതാനുള്ളൂ. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. അഡീഷണൽ ആയിട്ട് ഒരു ഷീറ്റോ അഡീഷണൽ പേപ്പേഴ്സോ ഒന്നും ആരും അവിടെ അലൗട്ട് ചെയ്യില്ല. അപ്പൊ അത് കാരണം അതിന്റെ ഉള്ളിൽ തന്നെ എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനുള്ള ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ അഡീഷണൽ എക്സാം ഷീറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ ഫ്രണ്ട് ഷീറ്റിൽ നിങ്ങൾ മറക്കാതെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ എൻറോൾമെന്റ് നമ്പർ എല്ലാം കാര്യങ്ങളും ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സൈനും ഇൻവിജിലേറ്റേഴ്സിന്റെ സൈനും അവിടെ മാർക്ക് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. അതുപോലെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കുറച്ച് ടൈം മുൻപ് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതിയിട്ടില്ലേ, ആ ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത് എന്നൊന്ന് ഫൈനൽ ക്രോസ് ചെക്ക് നിങ്ങൾ നടത്തണം. എന്നാലാണ് നമുക്കൊരു കംഫർട്ടായിട്ട് എക്സാം ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചുമ്മാ എക്സാം എഴുതിയിട്ട് കാര്യമില്ല. അത് അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു സ്കോർ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിന് പുറമെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും നമുക്ക് എക്സാം ഹാളിൽ അലൗഡ് അല്ല. അതുപോലെ മെയിൻ ആയിട്ട് നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകേണ്ടത്, എക്സാമിന് മുമ്പ് കൊണ്ടുപോകേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് പെന്ന്,
അതുപോലെ ഹാൾ ടിക്കറ്റ്, നിങ്ങളുടെ ഇഗ്നുവിന്റെ ID കാർഡ്, ഇത് മാത്രമാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി ഇലക്ട്രോണിക്സ് ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അത് മൈൻഡിൽ കറക്റ്റ് ആയിട്ട് വെക്കുക, അതനുസരിച്ച് എക്സാമിന് പോവാ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ യൂസ്ഫുൾ വീഡിയോസും ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.